ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമാണ് സിനിമ സിമുലേറ്റർ. പുറത്ത് നല്ല മഴയാണ്, അതുകൊണ്ട് സൗണ്ട് കുറച്ച് ക്ലിയർ ഉണ്ടാവില്ല. അപ്പോൾ സിനിമ സിമുലേറ്റർ നമ്മളൊരു സിനിമ തിയേറ്റർ എടുക്കാൻ പോവാണ്. ഞാൻ ഓൾറെഡി ഗെയിം കളിച്ച് തുടങ്ങിയിരുന്നു. അപ്പോൾ നമ്മൾ തിയേറ്റർ എവിടെയാണ് നിൽക്കുന്നത് നമുക്ക് നോക്കാം. ഇതാണ് നമ്മളെ തിയേറ്റർ. 28-ാം തീയതിയാണെന്ന് 7 മണിയായി സമയം. നമ്മളെ തിയേറ്റർ ജെന്നൂസ് ഫിലിംസ് ഹബ് എന്നാക്കിയിട്ട് നമ്മുടെ തിയേറ്ററിൻ്റെ പേര്. എൻ്റെ കുട്ടീൻ്റെ പേരഞ്ചുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ സ്റ്റാഫ്. ഇത് ക്ലീനിങ് സ്റ്റാഫാണ്. ഇത് പ്രൊജക്ടർ ഓപ്പറേറ്റർമാരാണ്, ടെക്നീഷ്യന്മാർ. ടിക്കറ്റിംഗ് സ്റ്റാഫ് ഉണ്ട്. ഇത് നമ്മുടെ ഡ്രിങ്ക്സിൻ്റെ സ്റ്റാഫ്. ഇതപ്പുറത്ത് നമ്മുടെ പോപ്കോണിൻ്റെ സ്റ്റാഫ്. നമ്മൾ കളിക്കുന്ന പടങ്ങളുടെ പോസ്റ്ററൊക്കെ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാരെ നോക്കി എംപുരാൻ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരിക. തിയേറ്റർ ഓപ്പൺ ആക്കിയിട്ടില്ല. അതിന് മുന്നേ നമുക്ക് ഇന്നത്തെ ഓഫീസിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ നോക്കണം. ഇതാണ് എൻ്റെ മുതലാളിയുടെ ഓഫീസ്. അപ്പോൾ അതിൽ ഷോർട്ട് ടൈമൊക്കെ എടുത്ത് നോക്കാം. ഇന്ന് കലണ്ടറിൽ പ്രത്യേകിച്ച് ഇന്ന് 28-ാം തീയതിയാണ്. സ്പെഷ്യൽ ഡേ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഏത് സിനിമ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. എംപുരാൻ ഇവിടെ കളിക്കാൻ നോക്കണം. എംപുരാൻ എന്താ തിയേറ്റർ 9-ലാണ്. തിയേറ്റർ 9 വലിയ ഇത് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. എംപുരാൻ തിയേറ്റർ 5-ൽ ബ്ലൈൻഡിലാണ് കളിക്കണം അല്ലേ. അത് വേണമെങ്കിൽ ഇത് പുതിയൊരു പടമാണ്. ഒരു പടം കൂടി മേടിക്കാം. ഹാപ്പി ലവേഴ്സ്, ഒരു റൊമാൻറ്റിക് പടം ഉണ്ട്, ഹാപ്പി ലവേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അത് മേടിക്കാം. അതിൻ്റെ ലൈസൻസ്. അത് 50 രൂപയാണ് ടിക്കറ്റ്. ഒരു 50 രൂപയാണ് മാർക്കറ്റ് പ്രൈസ്. ഒരു 45 രൂപയ്ക്ക് നമ്മൾ സെറ്റ് ചെയ്യും. ഓക്കെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ മേടിച്ച പടം നമുക്ക് ഇന്നത്തെ ഷോയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും തിയേറ്ററിൽ ഇടണം. പുതിയ പടം കൊണ്ട് ആളുകളുണ്ടാവും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ തിയേറ്റർ 5-ഉം 9-ആണ് വലിയ തിയേറ്റർ. അപ്പോൾ നമുക്ക് 5-ൽ പടം കാണും. പടം ഹാപ്പി ലവേഴ്സ് കൊണ്ട് വരട്ടെ. ഓക്കെ, ഹാപ്പി ലവേഴ്സ്. ബ്ലൈൻഡ് മാൻ ഇപ്പോൾ തൽക്കാലം അവിടെ നിൽക്കട്ടെ. പിന്നെ എംപുരാനാണ് ഇപ്പോൾ നമ്മുടെ ഈ പടം. അത് കുറവാണ്. പിന്നെ 3 ഷോ ഉള്ളത്. 9 മണി, 2 മണി, 7 മണി. 9 മണിയുടെ ഷോക്ക് ആളുകൾ കുറവേ കാര്യം. നമുക്ക് നോക്കാം. സ്റ്റേ പഠിക്കാം. പിന്നെ എംപ്ലോയീസിനെ മാനേജ് ചെയ്യാൻ നമ്മൾ എംപ്ലോയീസാണ്. ഇതൊക്കെ നമുക്ക് അവരെ മാനേജ് ചെയ്യാൻ അപ്ഗ്രേഡ് ചെയ്ത് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, നമുക്ക് തിയേറ്റർ തുറക്കണം. തിയേറ്റർ ഓപ്പൺ. ഓപ്പൺ. ഇനി ആളുകൾ വരട്ടെ. അത് വരുന്നുണ്ടോ നോക്കാം. വരുന്നുണ്ട്. അപ്പോൾ ടിക്കറ്റൊക്കെ ചടിച്ചടി നിൽക്കുകയും എല്ലാവരും ചടിച്ചടി നിൽക്കുകയും. ഇത് പുതിയ എടുത്ത വാർപ്പടം. അത് അടിപൊളി പടം. വാച്ച് ഇപ്പോൾ സമയം 7:25. താഴെ കൊടുത്തിട്ടുണ്ട്. ഉണ്ടാവും താഴെ 28 ജനുവരി എന്നൊക്കെ പറഞ്ഞിട്ട്. ഓട്ടോമാറ്റിക് മെഷീൻ നമ്മൾ വെച്ചിട്ടുണ്ട് തിരക്ക് കുറക്കാൻ വേണ്ടിയിട്ട്. ഞാനത് വല്ല തിയേറ്റർ ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്പർ 2 തിയേറ്ററാണ്. നമ്പർ 1 ഇവിടെയാണ്. പിന്നെ 3, ഇത് 4, 5. ഈ പർപ്പിൾ കളർ ഉള്ള ഡോർ കണ്ടോ? ഇവിടെ ഒന്ന് കാണാം, അവിടെ 9 ഒന്ന് കാണാം. ഈ 2 തിയേറ്ററാണ് ഏറ്റവും കൂടുതൽ സീറ്റ് ഉള്ളത്. ബാക്കിയൊക്കെ ഒരു ആവറേജ്. വാഷ്റൂമൊക്കെ ഇവിടെ ഉണ്ട്. ഇതാണ് കൂടുതൽ സീറ്റുള്ളൊരു തിയേറ്റർ. സീറ്റൊക്കെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. 9 മണിയാകുമ്പോഴാണ് നമ്മൾ ഫിലിംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഷോ അല്ല, മോർണിംഗ് ഷോ 9 മണിക്ക്. അത് പൊതുവേ ആളുകൾ കുറവായിരിക്കും. ഫസ്റ്റ് ഷോ ടിക്കറ്റ് വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൺലൈനായിട്ടും സെയിലുണ്ടാവും, കൗണ്ടറിൽ നിന്നും സെയിലുണ്ട്. 33 9 മണിക്കാണ് ഷോ ഉള്ളത്. ആളുകൾ തിരക്കൊന്നുമില്ല. ഫസ്റ്റ് ഷോ കൊണ്ടാണ് നമ്മുടെ മോർണിംഗ് ഷോ കൊണ്ടാണ്. 6 മണിക്ക് ഷോ, ഈവനിങ് ഷോക്ക് നല്ല ആളായിരിക്കും. കാണത്തെ തിയേറ്ററൊക്കെ അതാണ്. നമ്മൾ ഫിലിം സ്റ്റാർട്ട് ചെയ്താൽ ഇവിടുത്തെ പോസ്റ്റർ വരും. ഇപ്പോൾ ഈ ബ്ലാങ്ക് ആയി കിടക്കുന്ന പുറത്തൊക്കെ ഏത് ഫിലിമാണോ അവിടെ കളിക്കുന്നത് അതിൻ്റെയൊക്കെ പോസ്റ്റർ വരും. അപ്പോൾ മൂവി 9 മണിയായി. മൂവി ഇടാൻ മൂവിയുടെ സ്റ്റാഫുകൾ, അതാ ടെക്നീഷ്യന്മാർ ഓടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എംപുരാൻ നമുക്ക് തന്നെ ഇടാം. 9-ലാണ് എംപുരാൻ കളിക്കുന്നത്. അവർ പുറത്ത് പോസ്റ്റർ കാണാം എംപുരാൻ്റെ. ലാലേട്ടൻ മുഞ്ചി. നമുക്ക് എന്ത് ചെയ്യാം, എംപുരാൻ്റെ
പ്രൊജക്ടറും കൂടെ ചെറിയ ടെക്നീഷ്യൻ എത്തി പടം നമ്മൾ ലോക്കായി യുദ്ധത്തിൽ ഈ പാർട്ടി ഈ സംസ്ഥാനത്തിനെ നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്നും വലിയ ശത്രുക്കളായിരുന്നു. കേരളത്തിലെ മതേതരവാദികൾ ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു വാർത്ത നമ്മൾ ഉടൻ തന്നെ കേൾക്കും. പക്ഷേ വരുന്നതേ അത്ര ചില്ലറ കൈയല്ല. മനുഷ്യജീവനുകളിൽ ഒരു രക്തബന്ധത്തിന് വിലയുണ്ട്. പുറത്തിറങ്ങിയവിടെ നിന്ന് അലാറടിക്കുന്നുണ്ട്. എന്തെങ്കിലും റോഡിലിൻ്റെ പരിപാടി കാട്ടിയിട്ട് സിഗരറ്റ് വലിച്ചാലൊക്കെയാണ് അലാറടിക്കുക. അതവിടെ ഗാർഡുമാർ നോക്കും. പിന്നെ എല്ലാ തിയേറ്ററിലും ടെക്നീഷ്യന്മാരുടെ സമയത്ത് എല്ലാ തിയേറ്ററിലും അവിടെ കളിക്കുന്നില്ല. ക്ലീനിങ് സ്റ്റാഫുകളാണ് ഇതിൽ നോക്കുന്നത്. എവിടെ ഒരു വേസ്റ്റ് ഉണ്ടാകാൻ സംഭവിക്കില്ല. പിന്നെ ഇപ്പോൾ എല്ലാത്തിലും കളിക്കുന്നത് ഇവിടെ ഇതാണ് നമ്മുടെ പുതിയ പടം, ഒരു ഹാപ്പി ലവേഴ്സ്. ആൾ കുറേ കാലം ഒരു പാവപ്പട തോന്നുന്നുണ്ട്. പിന്നെ ഏതോ ഒരു ഡ്രിങ്കിൻ്റെ റോ മെറ്റീരിയൽ കുറവ്. നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ആ ഡ്രിങ്കിൻ്റെ റോ മെറ്റീരിയൽ ഹോൾസെയിൽ ഉപയോഗിക്കണം. ഓർഡർ ചെയ്യണം. നമ്മളിവിടെ ഓർഡർ ചെയ്യുന്ന സാധനം നമ്മുടെ അവരുടെ വെയർ ഹൗസിൽ വന്ന് കൊടുക്കും. ഏതോ ഒന്നിൻ്റെ എന്താണ് സ്ട്രക്ക് വെയർ ഹൗസിൽ വന്ന് കൊടുക്കും. ചാടി നിൽക്കുകയും വേഗം പണി കഴിഞ്ഞപ്പോൾ വന്ന് ഇങ്ങനെ കുറ്റിയിട്ട് നിൽക്കണം. ചിലപ്പോൾ പണിയെടുക്കണം. അതൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ. ഇനി നമുക്ക് മാറ്റിനിടെ ടിക്കറ്റ് എത്ര വിറ്റ് പോയി നോക്കണം. തിയേറ്റർ 2 മണി, ഒന്നാമത്തെ തിയേറ്റർ 7 മണി. തിയേറ്റർ 1 ഇത്ര കിട്ടും. തിയേറ്റർ 2 കുറച്ച് കഴിയുമ്പോഴത്തേക്കും പോകും. 12 മണിയല്ലായിട്ടുള്ളൂ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇല്ല. എമ്പുരാൻ എത്ര ആൾക്കാരുണ്ടോ? ബോംബെയിലെ എമ്പുരാൻ ഒരാളാണ്. ഒക്കെ ബില്ല ഔട്ടോ. ഇനി 2 മണിയുടെ ഷോ നോക്കാം. 2 മണിയുടെ ഷോക്ക് എമ്പുരാൻ ആടുണ്ട്. ഹൗസ്ഫുൾ ആയിട്ടാണ്. ഇതൊക്കെ ആവില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഹൗസ്ഫുൾ ആകുന്നത്. എല്ലാ പടവും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഹൗസ്ഫുൾ ആകുന്നുണ്ട്. ഹൗസ്ഫുൾ ആകും. കാൾ ഓഫ് ദ റൈവൻസ് നല്ല അടിപൊളി, നല്ല ആളുണ്ട്. ഞാൻ 2 തിയേറ്ററിൽ കളിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. ഇത് നല്ല ഫൈറ്റ് പെടാം മാക്സിമം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കൊച്ചു തിയേറ്ററിൻ്റെ വർക്കിംഗ്. നമുക്കിനി വേണമെങ്കിൽ ഇത് അപ്ഗ്രേഡ് ചെയ്യാം. ഇരിക്കേണ്ട സ്ഥലമൊക്കെ അപ്ഗ്രേഡ് ചെയ്യാം. ഇതെല്ലാം ഞാൻ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞ് കളിച്ചിട്ട്. പിന്നെ ആളുകളെ കമൻറ്റ്സ്, പ്രീമിയം സർവീസ് എന്ന് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളതെല്ലാം കൊടുക്കുള്ളൂ. പിന്നെ വയർ ഹൈ ക്വാളിറ്റിയാണ് നമ്മുടെ സംഭവങ്ങളൊക്കെ. അപ്പോൾ അതാണ്. ഇനി നമുക്ക് ചോട്ടാ മുംബൈ കൂടി ഉണ്ട്. ചോട്ടാ മുംബൈ നമ്മൾ എങ്ങനെ ഇടും? ചോട്ടാ മുംബൈ നമ്മൾ ഇടുമ്പോൾ ചോട്ടാ മുംബൈ പോസ്റ്റർ അല്ലേ? ചോട്ടാ മുംബൈ പോസ്റ്റർ ഇതിൽ ഇത് സേവ് ചെയ്യുക. ഇനി ചോട്ടാ മുംബൈ നമ്മൾ ഫുൾ പടം ഇടാൻ പറ്റില്ല. ചെറിയ ട്രെയിലർ ഇട്ടുണ്ട്. ട്രെയിലർ കേട്ട് നമ്മൾ ഇപ്പം അടുത്ത ദിവസമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നോക്കാൻ പറ്റുള്ളൂ. ഓപ്പൺ ഫോൾഡർ 2 മണിയുടെ പടം ഇടാൻ സമയം അതാണ് അങ്ങനെ അടിക്കുന്നത്. അത് അവരിട്ടോളും, ടെക്നീഷ്യന്മാർ ഇട്ടോളും. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓഫീസിലേക്ക് വരണം. തിയേറ്ററിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അവരെ സഹായിക്കാം. തിയേറ്ററിൽ ഇട്ട് കൊടുക്കാം. ഇതാണ് പ്രൊജക്ടർ. ഇത് പഴയ ടൈപ്പ് പ്രൊജക്ടറാണ്. പടം നടക്കട്ടെ. ഇനി നമ്മുടെ ആ ചോട്ടാ മുംബൈയുടെ ടെക്നീഷ്യൻ റോഡിൽ ചോട്ടാ മുംബൈ പടം നമ്മൾ എങ്ങനെ ഇടും അറിയാം. കസ്റ്റം മൂവി എടുക്കുക.
ക്രിയേറ്റ് എ മൂവി ലോഡ് എ വീഡിയോ എന്നുള്ളടുത്ത് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്തത് വീഡിയോ എവിടെയായിരിക്കും ഉണ്ടാവുക? ഡൗൺലോഡ് ഡോക്യുമെൻറ്റ്സ് ഡെസ്ക്ടോപ്പിലല്ല ഇത് ഡൗൺലോഡ് ചെയ്തത്. അത് നമ്മൾ ഡോക്യുമെൻറ്റ്സിൽ കൊടുക്കുന്നത് ഇനി ഡൗൺലോഡ്സിൽ ഇതിൻ്റെ ട്രെയിലർ നമ്മളിവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതും ഡോക്യുമെൻറ്റ്സിൽ കൊടുക്കുന്നതാണ്. ഇനി നമ്മളെന്ത് ചെയ്യും? നമ്മൾ ഗെയിം എടുത്തിട്ട് ഡോക്യുമെൻറ്റ്സിൽ അത് ഇമേജ് ഇതായി ചോട്ടാ മുംബൈ. ആക്ഷനാണോ കാറ്റഗറി? അല്ലല്ലോ. ലോഡ് വീഡിയോ ഡോക്യുമെൻറ്റ്സിൽ അതിൻ്റെ വീഡിയോ ചോട്ടാ മുംബൈ. തിയേറ്ററിൽ പ്ലേ ആവും. മൂവി നെയിം ചോട്ടാ മുംബൈ. ഡിസ്ക്രിപ്ഷൻ തലയുടെ വിളയാട്ടം. തലയുടെ വിളയാട്ടം. ആക്ഷനാണോ കോമഡിയാണോ ഡ്രാമയാണോ? ആക്ഷൻ കോമഡി ഡ്രാമ ഒക്കെ ഉണ്ട്. തൽക്കാലം ആക്ഷൻ കൊടുക്കട്ടെ. 1000 രൂപയാണ് അതിന് വില. നമ്മൾ മൂവി ക്രിയേറ്റ് ചെയ്തു. ഇന്നിടാൻ കഴിയില്ല, ഇന്നത്തെ ഷെഡ്യൂൾ കഴിഞ്ഞെങ്കിൽ നാളെ ഞാൻ സിനിമ ഇടാൻ കഴിയുള്ളൂ. നമുക്ക് നാളെ നോക്കാം. 4 മണിയായിട്ട് വരും. നാളെ നമുക്ക് എന്ത് ചെയ്യാം? തിയേറ്ററിൽ എമ്പുരട്ട പോലെ പ്ലേ ചെയ്യാം. ഓക്കെ. ഒന്ന് ഷോർട്ട് ടൈമിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ചോട്ടാ മുംബൈ കണ്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്നിട്ടൊന്നും റിഫ്രഷ് ചെയ്യാൻ കഴിയില്ല, പടം കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വേണമെങ്കിൽ മാറ്റാൻ പറ്റുന്നുണ്ടാവില്ല. നാളേക്കേ പറ്റുള്ളൂ. നാളെ നമുക്ക് ഇത് കൊടുത്തിട്ട് ചോട്ടാ മുംബൈ വിളിട്ടാൽ ആ തിയേറ്ററിൽ ചോട്ടാ മുംബൈ കളിക്കും. അങ്ങനെയാണ് ഈ തലയുടെ വിളയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കൊച്ചു തിയേറ്റർ എന്നൊക്കെ വരുമാനം ഒക്കെ നമുക്ക് സ്മോളിൽ കാണാം. 38,000 രൂപയാണ് നമുക്ക് ചില. ഫസ്റ്റ് ഷോൻ്റെ തിയേറ്റർ നോക്കട്ടെ. 7 മണിയുടെ ഷോ ഉണ്ട്. 7 മണിയുടെ ഷോ തിയേറ്റർ 1 ഏകദേശം ഫുള്ളായി. തിയേറ്റർ 2, തിയേറ്റർ 3, തിയേറ്റർ 4 ഹൗസ്ഫുള്ളായിട്ടോ. സൈബർ ഫൈറ്റ് എന്ന് പറഞ്ഞ പടം ഹൗസ്ഫുള്ളായി. ചെറിയ തിയേറ്ററാണ്, കുറച്ച് സീറ്റുള്ളതാണ്. ഇവിടെ എന്താ അവസ്ഥ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കുറച്ച് തിയേറ്ററിൻ്റെ വിശേഷങ്ങൾ. ഇനിയും ഇതിൽ അപ്ഗ്രേഡേഷൻസ് ഉണ്ട്. നമ്മുടെ ഭാവിയിൽ അതെല്ലാം ചെയ്ത് കാണും. ബൈ.